സുഹൃത്തുക്കളെ, വീണ്ടും ഒരു മണ്ഡലകാലം എത്തുകയാണ്. 2025 ശബരിമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ ആദ്യമായിട്ട് പോകുന്നവർക്കും കുറച്ചു കാലം പോകാതിരുന്നിട്ട് വീണ്ടും പോകുന്നവർക്കും ശബരിമലയും അതുപോലെ ശബരിമല കാനനപാതയും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാനുമുള്ളൊരു അവസരമാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സുഹൃത്തുക്കളെ, അങ്ങനെ KSRTC ബസ്സിൽ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് KSRTCയുടെ പമ്പയിലെ ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഇടതുവശത്ത് കാണുന്നത്. പമ്പയിലേക്കുള്ള റോഡൊക്കെ വളരെ പെർഫെക്റ്റാണ്, ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളി റോഡുകളൊക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് പമ്പ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത്. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പമ്പയിലെ ബസ് സ്റ്റോപ്പ് ഇതാണ്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, ബസ്സിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ പമ്പാ നദിയിലേക്ക് നടന്നു പോയിട്ട് അവിടെ നിന്ന് സന്നിധാനത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ തിരക്ക് വളരെ കുറഞ്ഞൊരു സമയത്താണ് ഞാൻ എത്തിയത്. ആക്ച്വലി ഞാൻ എത്തിയത് തിരുവോണം കഴിഞ്ഞ് 4ാം ഓണത്തിനാണ്, അതായത് ചതയം നാളാണ് ഞാൻ ശബരിമലയിൽ എത്തിയത്. പൊതുവെ തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ്. പിന്നെ ഇന്നും ഞാൻ എത്തിയ സമയത്തും പൊതുവെ നല്ല തിരക്ക് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പമ്പയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ കാണുന്നതാണ് പമ്പാ നദി കേട്ടോ. പമ്പാ നദിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് നദി പഴയ തന്നെയാണ്, പക്ഷേ ആ പണ്ടത്തെ പോലെയൊന്നുമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നിങ്ങൾക്ക് ഇടത് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല രീതിയിൽ നല്ലൊരു വാളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ പാലം നേരത്തെ ഉള്ള പാലം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മുകളിലൊരു പാലമുണ്ട്, ആ പാലം വഴിയും നമുക്ക് പോകാം. സാധാരണ ബസ്സിൽ ഇറങ്ങി വരുന്നത് ആൾക്കാർ ഈ ഒരു പാലം വഴിയാണ് നമ്മൾ പമ്പയിലോട്ട് പോകുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ, പമ്പാ നദി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് കാണുന്നുണ്ട്, എന്നാൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റുന്നതും നമുക്കിവിടെ നിന്ന് കാണാം. പമ്പയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ അയ്യപ്പന്മാരും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ബാത്റൂമാണ്. ഇവിടെ പമ്പയിലാണെങ്കിൽ ബാത്റൂമിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട, കാരണം ഒരുപാട് ബാത്റൂം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ കാണുന്ന ഈ ബിൽഡിങ്ങിൽ ക്ലോക്ക് റൂമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ സുഖമായിട്ട് മല ചവിട്ടാൻ പോകാം. ഇപ്പോൾ നമ്മളിതാ നേരെ കാണുന്നത് എല്ലാം ബാത്റൂമാണ്. പമ്പാ നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഇതാ കാണാം. കുളിക്കാനും പല്ല് തേക്കാനുമുള്ള സോപ്പ്, അതുപോലെ ബ്രഷ്, പേസ്റ്റ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാം. അഥവാ നമ്മൾ എടുക്കാൻ മറന്നാലും പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെയില്ല. അങ്ങനെ പമ്പയിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സന്നിധാനത്തേക്കുള്ള യാത്രയാണ്. ഇവിടെ ഇപ്പോൾ ആ വഴിയിലൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുകയാണ്. ആ വർക്കൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതായത് ഈ മണ്ഡലപൂജ സമയത്തൊക്കെ ഇവിടെ എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം ദൂരത്ത് മാത്രമേ ഇത്തരത്തിലൊരു വർക്ക് ഇവിടെ നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും വർക്ക് കംപ്ലീറ്റ് ആയി. പല സ്ഥലത്തും ഇൻ്റർലോക്കും അതുപോലെ തന്നെ ഗ്രാനൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇത്തരം നടപ്പന്തലിൻ്റെ ഉള്ളിലൊക്കെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നാലും അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റും. എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി. ഈ വഴിയിലും ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മഴ പെയ്താലും നമ്മളാരും പേടിക്കേണ്ട. നല്ല ചൂട് സമയത്തും പേടിക്കേണ്ട ആവശ്യമില്ല, വെയിലൊന്നും അടിക്കാതെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. പിന്നെ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, രാത്രിയിലും ബുദ്ധിമുട്ടില്ല. പിന്നെ പമ്പയിലെ ഈ ഭാഗത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഗണപതി ക്ഷേത്രത്തിൽ ഈ കാണുന്ന വഴി ആൾക്കാർ ഇറങ്ങി വരുന്നതാണ്. ഇത് കയറിപ്പോകുന്ന വഴി. സുഹൃത്തുക്കളെ, അങ്ങനെ
പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. ക്യാമറ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇതാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ കെട്ടുനിറ മണ്ഡപം. കെട്ട് നിറയ്ക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് ഇവിടെ നിന്ന് നമുക്ക് കെട്ട് നിറച്ച് പോകാം. 300 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. ഇവിടെ കെട്ട് നിറച്ച് തരാൻ ശാന്തി ഉണ്ടാവും. അതിനോടൊപ്പം നെയ്ത്തേങ്ങയെല്ലാം ഇവിടെ നിന്ന് തന്നെ സൗജന്യമായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ പമ്പയിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലപൂജ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള തിരക്കാണ് ശബരിമലയിലുള്ളത്. സുഹൃത്തുക്കളെ, ശബരിമല ഒരു പുണ്യ പൂങ്കാവനമാണ്. ഇവിടെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്കിവിടുത്തെ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും നിർദ്ദേശം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് നേരെ സന്നിധാനത്തേക്ക് നടക്കുകയാണ്. സുഹൃത്തുക്കളെ, ശബരിമല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പെരിയാർ ടൈഗർ റിസർവിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. പാരിസ്ഥിതികമായി വളരെ പ്രാധാന്യമുള്ള ഈ ഒരു സ്ഥലത്ത് അനാവശ്യമായി പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് കവറുകളോ ഇതൊന്നും നമ്മൾ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കൃത്യമായ ബിന്നുകളിൽ നമ്മളത് നിക്ഷേപിച്ചിരിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 1260 മീറ്ററാണ് ഉയരം. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ കാലാവസ്ഥ ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. ഏത് സമയത്ത് വന്നിരുന്നാലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന കാലാവസ്ഥയാണ്. ഈ കാണുന്നതാണ് പന്തളം രാജാവിൻ്റെ ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലം. ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നടന്നു പോകുന്ന വഴിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ്. അതായത് തറയിലെല്ലാം ഗ്രാനൈറ്റാണ്, നല്ല ഗ്രിപ്പുള്ള ഗ്രാനൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തെന്നാതെ പോകാൻ പറ്റും. നല്ല അടിപൊളി വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്ന റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാണ് സന്നിധാനത്തേക്ക് പോകുന്ന വഴി. ഇതൊരു മണ്ഡലപൂജ അല്ലാത്തതുകൊണ്ട് ഈ സ്ഥലത്ത് അധികം തിരക്ക് കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായ തിരക്ക് കാണുന്നൊരു സ്ഥലമാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 2 വഴി കാണാം. ഇടത്തോട്ട് കിടക്കുന്നത് നീലിമല വഴി, മറ്റത് സ്വാമിയപ്പൻ റോഡ്. അപ്പോൾ ഞാനിപ്പോൾ നീലിമല വഴിയാണ് പോകാൻ പോകുന്നത്. നമ്മൾ സാധാരണ വരുന്ന എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് നീലിമല വഴിയാണ് പോകുന്നത്. അയ്യപ്പൻ റോഡ് വഴി സാധാരണ ഈ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ പോകുന്ന ട്രാക്ടറൊക്കെയാണ് മെയിനായിട്ട് ആ വഴിക്ക് പോകുന്നത്. പിന്നെ ശബരിമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ കൂടുതലും അയ്യപ്പൻ റോഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ദൂരം നടന്ന് മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ടോ ഒരു നടപ്പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴയോ വെയിലോ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇതുവഴി പോകാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളിയാണ്. സുഹൃത്തുക്കളെ, ഇതാണ് നീലിമല ബോട്ടം. ഇവിടെ നിന്നാണ് ആക്ച്വലി നീലിമല സ്റ്റാർട്ട് ചെയ്യണത്. ഈ ഒരു ഭാഗത്താണ് ചെറിയ രീതിയിൽ കയറ്റം ആരംഭിക്കുന്നത്. ഇനി ശരിക്കുള്ള കയറ്റമൊക്കെ ഇനി മുകളിലാണ്. ഇതൊന്നും വലിയൊരു കയറ്റമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഏതൊരാൾക്കും കയറി പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കയറ്റമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നത്. സമയക്രമം അനുസരിച്ചായിരിക്കുമെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഭഗവാന്റെ തിരുനട തുറക്കുന്നതും തുടർന്ന് 6 മണിക്ക് പടിപൂജ, 6:30 ദീപാരാധന, രാത്രി 7:30 അത്താഴപൂജ, 8:20 ഹരിവരാസന സങ്കീർത്തനം പാടി രാത്രി 8:30 ഭഗവാന്റെ തിരുനട അടയ്ക്കുന്നതുമാണ്. വീഡിയോ കുറച്ച് ദൂരം കുറച്ച് ഫാസ്റ്റാക്കി വിടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം നമുക്ക് പോകും. അതുകൊണ്ടാണ് പോകും വഴിയിൽ എല്ലായിടത്തും നമുക്കിതുപോലെ കുടിവെള്ളത്തിന് സൗകര്യമുണ്ട്. അതുകൊണ്ട് ആരും കുപ്പിവെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല. ശബരിമല കയറുന്ന വഴി എത്രത്തോളം ഹൈറ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഭാഗം തന്നെ മനസ്സിലാവും. അപ്പോൾ കുറച്ച് ദൂരം വീണ്ടും വീഡിയോ ഫാസ്റ്റാക്കി വിടുകയാണ്. പകൽ സമയത്ത് അത്യാവശ്യം വെയിൽ വഴിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടുണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒട്ടുമുക്ക അയ്യപ്പന്മാരും കൂടുതലായിട്ട് മല ചവിട്ടാൻ വേണ്ടി രാത്രി സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഞാനീ പോകുന്ന വഴികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്നും ചപ്പുചവറുകളൊന്നും കാണുന്നില്ല. നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് സ്റ്റാഫുകൾ. അപ്പോൾ ഇതിൽ പലരുടെ ഒരു സംശയമായിരുന്നു, അതുപോലെ എൻ്റെ ഒരു സംശയമായിരുന്നു. വൺ സൈഡ് ഗ്രാനൈറ്റും വൺ സൈഡ് എന്തിനാണ് കോൺക്രീറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്
ഇത് ഇനി എമർജൻസി, മെഡിക്കൽ എമർജൻസി ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷന് ഈ ട്രാക്ടർ പോലുള്ള വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ഇങ്ങനെ കോൺക്രീറ്റ് ആക്കി വച്ചിരിക്കുന്നത്, മറ്റേ സൈഡ് ഗ്രാനൈറ്റ്. ചില സ്ഥലത്ത് നമുക്ക് സ്റ്റെപ്പുകളും കാണാം. ഇനി ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ സന്നിധാനത്തേക്ക്. 4134 അടി ഉയരത്തിൽ 18 മലകളുടെ നടുവിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കയറ്റമൊക്കെ ഉള്ള വഴി തന്നെയാണ് ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന വഴി. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കയറ്റം കഴിഞ്ഞ് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അപ്പാച്ചിമേട്. അപ്പാച്ചിമേടും ഏകദേശം ഒരു കയറ്റമൊക്കെ ഉള്ളൊരു വഴി തന്നെയാണ്. അപ്പാച്ചിമേടും ബോട്ടമാണ് നമ്മൾ എത്തുന്നത്. ബോട്ടത്തുനിന്ന് ടോപ്പെത്തുന്നത് വരെ ഏകദേശം കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള, അതായത് കയറ്റങ്ങളുള്ള ഒരു വഴി തന്നെയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പോൾ അപ്പാച്ചിമേട് ബോട്ടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാട് ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണ്. അതായത് ഉണ്ട വഴിപാടെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന് തളർന്ന് വരുന്നവർക്ക് അത്യാവശ്യം വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം ഈ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റിനായിട്ടുള്ള ചെറിയ കടകളും അതുപോലെ തന്നെ കുടിവെള്ളവും ചെറിയ സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കടകൾ ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്താണ് ഉണ്ട വഴിപാട് നടത്തുന്നത്. ഉണ്ട വഴിപാട് നടത്തുന്നത് കുറച്ചുകൂടെ മുന്നിലോട്ട് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഉണ്ട വാങ്ങാൻ കിട്ടും. കാണിച്ചു തരാം ആ സ്ഥലം. ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഉണ്ട. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ട് ഇതാ ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് എറിയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഒട്ടുമിക്ക അയ്യപ്പന്മാരിത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പറയുന്നു ഇത് കന്നി അയ്യപ്പന്മാർ നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ്. ഓരോരുത്തരുടെ ഓരോ വിശ്വാസമാണ്. എന്തായാലും ഇവിടെ നിന്നാണ് അത് എറിയേണ്ടത്. അപ്പോൾ ഇതിനൊരു ഐതിഹ്യമുണ്ട്. അത് സ്വാമിയുടെ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ട വഴിപാട് കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. നമ്മളിവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മല കയറുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമുക്ക് എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ഹെൽപ്പുണ്ട്. അതായത് എവിടെ നോക്കിയാലും പോലീസ് ഓഫീസേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിലോ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിലോ ഒരു തരത്തിൽ നമ്മൾ ടെൻഷൻ വേണ്ട കാര്യമില്ല. അത്രയ്ക്ക് ഇവിടെ ഒരു പോലീസിൻ്റെ ഒരു സുരക്ഷാ വലയം തന്നെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കയറ്റമാണ്, സംസാരിക്കാൻ വയ്യ. ചില സ്ഥലത്ത് വോയിസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ തരാം, വേറെ രക്ഷയില്ല. സുഹൃത്തുക്കളെ, ഈ ഒരു ഭാഗത്തുള്ള കയറ്റം വലിയ പ്രശ്നമുള്ളതല്ല. നമുക്ക് സ്പീഡിൽ കയറിപ്പോകാനുള്ള കയറ്റം തന്നെയാണ്. സ്റ്റെപ്പില്ല. പിന്നെ ഒരു ചെറിയൊരു ചരിവ് സ്ഥലമാണ്. പിന്നെ ഇവിടെയും ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റിൽ അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉള്ള ഗ്രാനൈറ്റാണ്. നമുക്കിപ്പോൾ ചെരുപ്പില്ലാതെ വന്നിരുന്നാലും കയറാവുന്ന തലത്തിലാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ അപ്പാച്ചിമേട് ടോപ്പിൽ എത്തിച്ചേരും. അപ്പോൾ ഇതാണ് അപ്പാച്ചിമേട് ടോപ്പ് കേട്ടോ, ഈ കാണുന്ന സ്ഥലം. ഇവിടെയും കുടിവെള്ളവും റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ശബരിമലയിലെ വഴി വൃത്തിയാക്കുന്ന സ്റ്റാഫുകളെയൊക്കെ നമുക്കിങ്ങനെ കാണാം. എന്തായാലും വളരെ പെർഫെക്റ്റായിട്ട് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പാച്ചിമേട് കഴിഞ്ഞാൽ പിന്നെ കയറ്റം കുറയാണ് കേട്ടോ. പിന്നെ ഇവിടെയും നമുക്ക് ലഘുഭക്ഷണവും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സും ഇതൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാം. അതുകൊണ്ട് ഇവിടെയും നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. മലചവിട്ടി വരുന്നവർക്ക് ഏകദേശം ഇവിടെ എത്തുമ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം കയറ്റമില്ല,
ഏകദേശം ഒരു നിരന്ന വഴിയാണ് നമുക്ക് കാണാറ്. അപ്പോൾ നമ്മളിപ്പോൾ ശബരി പീഠത്താണ് എത്തിയത്. ഈ കാണുന്ന സ്ഥലമാണ് ശബരി പീഠം കേട്ടോ. ശരം വഴിപാട് കൗണ്ടർ ഇട സൈഡിൽ കാണുന്നുണ്ട്. ഇവിടെ തേങ്ങ ഉടയ്ക്കുന്നവർ തേങ്ങ ഉടയ്ക്കുന്നുണ്ട്. ഓരോ പ്രത്യേകതരം വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടിലൊക്കെ വാങ്ങി കെട്ടുന്നുണ്ട് ആൾക്കാർ. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ശരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇത് ഇവിടുത്തെ നാളികേര കൗണ്ടറാണ്. ഇത് വാങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ശരം കുത്തേണ്ടത്. അപ്പോൾ ശരിക്കും ശരം കുത്തിയാലെന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. ഇതിപ്പോൾ ഈ സീസൺ സമയത്താണ് കൂടുതലായിട്ട് ആ ഒരു വഴി തുറക്കാറുള്ളത്. പണ്ട് ആ വഴി കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനു പകരം ശരം വഴിപാട് ചെയ്യുന്നവർക്ക് ഈ ഒരു ഭാഗത്തിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ശബരിപീഠത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടൽ ധാരാളമുണ്ട്. ഭക്ഷണത്തിനും ഫ്രൂട്ട്സും എല്ലാ സൗകര്യം നമുക്കിവിടെ കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കുടിവെള്ളത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെയും കാണാം. ഇതൊക്കെ സൗജന്യമാണെന്ന കാര്യം നമ്മൾ ആലോചിക്കണം കേട്ടോ. പിന്നെ ശബരിപീഠം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പന്തൽ സൗകര്യമൊക്കെ ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. ഫാനൊക്കെ ഉണ്ട്. അതുപോലെ മൊബൈൽ റീചാർജിങ് പോയിൻറ്റുകളുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് നൂഡിൽസൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ചൂടൊന്നും ഇല്ലാത്ത സമയം കൊണ്ടായിരിക്കും ഫാനൊക്കെ ഓഫാണ്. രാത്രി സമയത്തായിരിക്കും ഫാനൊക്കെ ഓൺ ചെയ്യണത്. എന്തായാലും കണ്ടോ, ഒരുപാട് പേർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. പിന്നെ ബാത്റൂം സൗകര്യം ഇവിടെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യേണ്ട സൗകര്യം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ആവേ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒറ്റയ്ക്കോ ആദ്യമായിട്ടോ വരുന്നവർക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് വരാൻ പറ്റും കേട്ടോ. സുഹൃത്തുക്കളെ, ശബരി പീഠത്തിൽ കണ്ട കാര്യമാണ് സൗജന്യ ഔഷധക്കുടി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. നമുക്ക് കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ചൂടിൽ തയ്യാറാക്കിയ സൂപ്പർ വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ടാണ്. തിരക്ക് വളരെ കുറവാണ് കേട്ടോ. ഇങ്ങനെ ഇവിടുത്തെ പന്തലൊക്കെ കഴിഞ്ഞ് മുന്നോട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വേറൊരു ആംബിയൻസ് ആണ്. അതായത് ഇവിടെ പന്തലൊന്നുമില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് നിബിഡ മരങ്ങളാണ്. എന്താ രസം, വലിയ മരങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വരും. തറയൊക്കെ നല്ല ക്ലീനാണ്. ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗ്രാനൈറ്റ് ഈ ഫിനിഷിങ് ചെയ്ത, അതായത് പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ് അല്ല, ചെറിയൊരു ഗ്രിപ്പുണ്ട് കേട്ടോ. നമ്മൾ തെന്നിയൊന്നും പോകില്ല. അമ്മാതിരി ഗ്രാനൈറ്റൊക്കെ ഇട്ട വഴിയാണ്. സൈഡ് അടിപൊളി ഫോറസ്റ്റാണ്. ലെഫ്റ്റ് കാണിച്ചു തരാം. റൈറ്റും അങ്ങനെയാണ്, ഫോറസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വഴിയുണ്ടല്ലോ, ഈ അയ്യപ്പൻ റോഡാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു ചാല് പോലെ കാണുന്ന ഭാഗം. അപ്പോൾ അയ്യപ്പൻ റോഡ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് ചേരുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രാക്ടർ കിടക്കുന്ന സ്ഥലം കണ്ടോ, ഇതാണ് ശബരിമലയിലെ പഴയ റോഡ്. അതായത് സന്നിധാനത്തേക്ക് പോകുന്ന മുമ്പുണ്ടായിരുന്ന വഴിയാണിത്. ഞാൻ ആ വഴി കൂടെ പോയിട്ടുണ്ട്. മണ്ഡലപൂജ സമയത്തൊക്കെ തിരക്കുള്ള സമയത്ത് തുറക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ അങ്ങനെ ആ വഴി പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവിടെയാണ് ഈ ശരംകുത്തി ഉള്ളത്. അപ്പോൾ അയ്യപ്പൻ റോഡ് ചേരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ബോർഡൊക്കെ ഇവിടെ കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ വെള്ളം ചുമന്നുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. കുടിവെള്ളമൊക്കെ നമുക്ക് സൗജന്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന സ്ഥലം മരക്കൂട്ടമാണ്. ഏകദേശം മരക്കൂട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കയറ്റമൊന്നുമില്ല. ഏകദേശം ഈ ഒരു ലെവൽ വഴിയാണ്, കോൺക്രീറ്റ് ആണ്. അത് ഒരു കുഞ്ഞയ്യപ്പനാണോ
മാളികപ്പുറമാണെന്നറിയില്ല കേട്ടോ, വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മരക്കൂട്ട് എത്തിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് വേസ്റ്റ് ബിന്നുകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ റോഡിൽ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അത് കണ്ടിട്ടില്ലായിരുന്നു, ഈ വർഷം കണ്ടൊരു കാര്യമാണ്. എല്ലായിടത്തും കസേരകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇരിക്കാൻ നടന്ന് തളർന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അത് നിങ്ങൾ നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഓരോ 10 മീറ്റർ ഇടയിലും ഓരോ കസേരയുണ്ട്. ഓരോ കസേരയിൽ ഒരു 4 പേർക്കൊക്കെ ഇരിക്കാം. വലിയ മരങ്ങളൊക്കെ കാണാം. നമ്മൾ പോകുന്ന ഈ ഒരു വഴി, ഈ മരക്കൂട്ടം, അതായത് ഈ വഴി കുറച്ച് ഷോർട്ടാണ്, മറ്റേനേക്കാൾ കുറച്ച് ഷോർട്ടസ്റ്റ് വേ ആണ്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ പോകുന്ന വഴിയിലുണ്ടോ ഇവിടെയും ധാരാളം ടോയ്ലറ്റൊക്കെ ഉണ്ട്. വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഇടാൻ വേണ്ടി, ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റും അതൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള കറക്റ്റ് ബിന്നുകളുണ്ട്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ വഴിയിൽ ബാത്റൂം ഉണ്ടായിരുന്നിട്ട് പോലും ഇത് യൂസ് ചെയ്യാതെ നമ്മുടെ നടന്നു പോകുന്ന വഴി തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരിവിടെ ഉണ്ട്. എന്താ ചെയ്യല്ലേ? ഒരു ഡോളി സർവീസാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ മരങ്ങളിൽ അത് ഏത് മരമാണെന്നുള്ള വിവരമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, വലിയ വലിയ മരങ്ങളിൽ. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, ഇതിന് മുന്നേ ഉണ്ടായിരുന്നിരിക്കാം, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഏകദേശം സന്നിധാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വഴിയുടെ സൈഡൊക്കെ കണ്ടോ, നല്ല താഴ്ചയുള്ള കുഴിയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് പോവുക, അനാവശ്യമായിട്ട് ഒരു സ്ഥലത്തും പോകാതിരിക്കുക, പോലീസിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുക. കാരണം നമ്മളെ ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടോ, ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും വലിയ കുഴിയാണത്. ഇത്രയും വലിയ കുഴിയായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ സൈഡിലെങ്ങാനും ഇറങ്ങി വീണ് പോയി കഴിഞ്ഞാൽ എവിടെ പോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഏതാ ടോയ്ലറ്റ്സുകൾ ഇഷ്ടം പോലെ കാണാം. ഈ ടോയ്ലറ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അപ്പം തന്നെ വിളിക്കാൻ വേണ്ടി എല്ലാ ടോയ്ലറ്റിൻ്റെ സൈഡിലും ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക പരമാവധി അല്ലേ. ഇതിപ്പോൾ വഴിയിൽ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് വേസ്റ്റ് ബിന്നുകൾ മാത്രം വെക്കാനല്ല ഇവിടെ ചെയ്യുന്നത്, പെർഫെക്റ്റായിട്ട് അത് ക്ലീനിങ്ങും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടോ, നിങ്ങൾ ഈ വഴിയൊക്കെ നോക്കുക, ഇത്രയും മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് കരിയിലുകളൊക്കെ കുറവാണ്. വഴി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മളിപ്പോൾ ഏകദേശം സന്നിധാനത്തിനോടടുത്തെത്തി. അവിടുത്തെ വെടിവെച്ചൊക്കെയാണ് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം സന്നിധാനത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. അതായത് കാലിന് സുഖമില്ലാത്തവരോ അല്ലെങ്കിൽ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ചെരുപ്പിട്ടുകൊണ്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അതൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കൊടുത്തിട്ട് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റും സംഭവമൊക്കെ ഉണ്ട്. നമ്മളിതോ ആ ചുവന്ന നിറത്തിൽ കാണുന്ന ഒരു ഷീറ്റിട്ട സംഭവമുണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായി. ഇത്
ഞാൻ പറഞ്ഞ ആ വഴിയില്ലേ, അതായത് ശരംകുത്തിയാല് വഴി ഉള്ള ആ പഴയ വഴി, ആ വഴി വന്ന് ചേരുന്നത് ഈ ഒരു ഭാഗത്താണ്. സാധാരണ ഈ മണ്ഡലപൂജ സമയത്തൊക്കെ വൺ സൈഡ് അങ്ങനെയും വൺ സൈഡ് ഇപ്പോൾ ഞാനിപ്പോൾ നടന്നു വരുന്നത് ഈ ഒരു വഴി കൂടെയാണ്. അതായത് അതുവഴി ആളെ ഇങ്ങോട്ട് വരുത്തിയിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ഒരു വഴി കൂടെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വഴി കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഇവിടുത്തെ വഴി കോൺക്രീറ്റ് ആണ് കണ്ടോ. ഇവിടെ വലിയ ഹോട്ടലൊക്കെ ഉണ്ട്, എത്ര പേര് വന്നാലും ഭക്ഷണം കഴിക്കാൻ പറ്റിയ സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ ശബരിമല സന്നിധാനത്ത് അന്നദാന മണ്ഡപമുണ്ട്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപം ഉള്ളത് നമ്മുടെ ശബരിമലയിലാണ് കേട്ടോ. അത് 2021 എൻ്റെ അറിവിൽ ഉദ്ഘാടനം ചെയ്തത്. നമുക്കതൊന്ന് കാണാം, ലാസ്റ്റ് കാണാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാം. ഓക്കെ, നമ്മളങ്ങനെ സന്നിധാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. സന്നിധാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് വല സൈഡിൽ കാണുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ സന്നിധാനത്ത്. ഇതാണ് ഏറ്റവും വലിയ ക്യൂ ശബരിമലയിൽ. ഇത് നമ്മൾ ഈ കാണുന്ന ഈ ക്യൂ ഉണ്ടോ, ഇതിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ചുറ്റിയാണ് മണ്ഡലപൂജ സമയത്തൊക്കെ നമ്മൾ വരേണ്ടത്. ഇതിപ്പോൾ മണ്ഡലപൂജ അല്ല, ഒരു തിരുവോണ സമയത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് തന്നെ പോകാൻ പറ്റുന്നത്. അതായത് അത്ര തിരക്ക് ഇവിടെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. അത്ര കഷ്ടപ്പെട്ടാണ് ഇവിടുന്ന് ആൾക്കാർ മല ചവിടുന്നത് മണ്ഡലപൂജ സമയത്ത് നമ്മൾ ആലോചിക്കണം. LED വാളാണ്. ഈ LED വാളിൻ്റെ ലെഫ്റ്റിൽ കൂടെയാണ് നമ്മൾ സന്നിധാനത്തേക്ക് നമ്മൾ നടന്നു പോകുന്നത്. അതായത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും ഈ 18-ാം പടി. സുഹൃത്തുക്കളെ, ഈ പുക ആഴിയെന്നാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കഴിച്ച് മുന്നോട്ട് വരുമ്പോൾ നേരെ 18-ാം പടിയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പോൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ദാ ഈ കാണുന്നതാണ് സന്നിധാനം. ഞാൻ ആദ്യമായിട്ടാണ് വളരെ തിരക്ക് കുറഞ്ഞ രീതിയിലൊരു സന്നിധാനം എനിക്ക് കാണാൻ പറ്റിയത്. ഇങ്ങനെ കാണാൻ പറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മല ചവിട്ടിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തത്. ഈ സമയത്ത് 18-ാം പടി അടച്ചിരുന്നു. എന്തായാലും നല്ല തിരക്ക് കുറഞ്ഞൊരു സമയമായിരുന്നുകൊണ്ട് നല്ല രീതിയിലൊരു ദർശന ഭാഗ്യം ഉണ്ടായി. വളരെ തിരക്ക് കുറവ് ആയതുകൊണ്ട് തന്നെ നട അടച്ചപ്പോൾ ഫ്രണ്ടിൽ ആൾക്കാരൊന്നുമില്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു കാഴ്ച വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. ശബരിമല സന്നിധാനത്തിലെത്തിയാലും നമ്മൾ കുടിവെള്ളത്തിനായി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യൂ നിന്നാൽ പോലും നമുക്ക് ക്യൂവിൽ വരെ വെള്ളം എത്തിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ സന്നിധാനത്ത് തന്നെ ഔഷധ കുടിവെള്ളം സൗജന്യമായിട്ട് അവിടെയും വിതരണം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാം. ഈ ഔഷധ കുടിവെള്ളത്തിൻ്റെ ഇടത് സൈഡിൽ കൂടെയാണ് നമ്മൾ മാളികപ്പുറത്തേക്ക് പോകുന്ന വഴി. സുഹൃത്തുക്കളെ, 18-ാം പടിയുടെ വലത് സൈഡിലായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ശബരിമലയിലെ മഹാ കാണിക്ക. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശബരിമലയിലെത്തുന്നവർ കാണിക്കയിടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കാണിക്ക നമുക്ക് പണമായിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് പൈസ നിക്ഷേപിക്കാനുള്ള സൗകര്യമുണ്ട്. പുറത്ത് കാണിക്ക വഞ്ചിയുണ്ട്. അതിൻ്റെ അകത്തോട്ട് പോയിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു കാണിക്ക ഇടാനുള്ള ഒരു സംവിധാനമുണ്ട്. അതായത് നമുക്കിതിനുള്ളിൽ ക്യാഷായിട്ട് തന്നെ പൈസ നിക്ഷേപിക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും കന്നഡയിലൊക്കെ എഴുതിയിട്ടുണ്ട് മഹാകാണിക്കയെക്കുറിച്ച്. പിന്നെ അതിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അഥവാ ക്യാഷ് ഇല്ലെങ്കിലും QR കോഡ് വഴി UPI പേയ്മെൻറ്റ് വഴി പൈസ ഇടേണ്ട സംവിധാനവും ഇവിടെ ഉണ്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒരു സ്കാനർ സംവിധാനം നമുക്ക് പുറത്ത് കാണാം. ഇതിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മൾ മലയിറങ്ങുമ്പോൾ നാളികേരം ഉടയ്ക്കുന്ന സ്ഥലം. നാളികേരം ഉടച്ചു കഴിഞ്ഞാൽ അടുത്ത് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞാൽ അപ്പം അരവണ കൗണ്ടറാണ്. അത് നമ്മൾ ഈ നാളികേരം ഉടയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. നമ്മൾ ഇതിൽ കൂടെ കയറി നമ്മൾ എത്തുന്നത് ഈ അപ്പം അരവണ കൗണ്ടറിൻ്റെ മുന്നിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ അണ്ടർ പാസ് കേട്ടോ. നമ്മൾ ഇതുവഴിയാണ് അപ്പുറത്ത് പോവേണ്ടത്. അപ്പോൾ ഞാൻ ഇതുവഴി ഇറങ്ങി അപ്പുറത്തെത്തിയിട്ടുണ്ട്. ദാ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് അപ്പം അരവണ കൗണ്ടറുകൾ.
അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവഴി വന്ന് നമ്മൾ ആദ്യം കാണുന്നത്, ഇടതുവശത്ത് കാണുന്നത് ആഴിയാണ്. നെയ്ത്തേങ്ങിൽ നിന്ന് നെയ്യ് അഭിഷേകത്തിന് നെയ്യ് എടുത്തതിന് ശേഷമുള്ള തേങ്ങയാണ് ഇതിനുള്ളിലേക്ക് അയ്യപ്പന്മാർ എറിയണത് നമ്മൾ കാണുന്നതായിട്ടോ. ആഴിയുടെ വലതുവശത്ത് ഈ കാണുന്ന സ്ഥലമാണ് അപ്പം അരവണ വാങ്ങാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുന്നത്. ആ കൗണ്ടറുകളാണ് നമ്മൾ കാണുന്ന ആ ചുവന്ന ലൈറ്റ് കാണുന്നത്. അതായത് സന്നിധാനത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഈ കൗണ്ടറുകൾ വരുന്നത്. അഭിഷേകം കഴിഞ്ഞ് നെയ്യ് കൊണ്ടുപോകാൻ നമ്മൾ പാത്രങ്ങൾ എടുത്തില്ല എന്ന ടെൻഷനൊന്നും വേണ്ട, ഇവിടെ പാത്രങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ സന്നിധാനത്ത് ധാരാളം ഹോട്ടലുകളൊക്കെ ഉണ്ട്. പിന്നെ സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അന്നദാന മണ്ഡപവും ഉള്ളത് ശബരിമല സന്നിധാനത്താണ്. ഇവിടെ വിരി വയ്ക്കാനുള്ള സൗകര്യവും ഉണ്ട്. 2021 ജനുവരി 14 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ അന്നദാന മണ്ഡപം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ശബരിമലയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.